വൺസ് അഗെയിൻ വാം ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സോടുകൂടി ഇന്ത്യസ് 23 ബോറോയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിലവിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ 5 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് കംപ്ലീറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ഇന്ത്യസ് 2 ഇൻവെൻ്ററീസ് ഡിസ്കസ് ചെയ്തു, ഇന്ത്യസ് 12 ഇൻകം ടാക്സ്, ഇന്ത്യസ് 16 പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, ഇന്ത്യസ് 23 ബോറോയിങ് കോസ്റ്റ്. സോ അടുത്തതായിട്ട് അല്ലെങ്കിൽ അഞ്ചാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് ഇന്ത്യസ് 37 പ്രൊവിഷൻസ്, കണ്ടിജന്റ് ലയബിലിറ്റീസ് ആൻഡ് കണ്ടിജന്റ് അസറ്റ്. സോ ഈ ഒരു സ്റ്റാൻഡേർഡാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. സോ ഈ ഒരു സ്റ്റാൻഡേർഡിൻ്റെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ലയബിലിറ്റി ബേസ്ഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ്. സോ നിലവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മെജോറിറ്റിയും റവന്യൂ ബേസ്ഡ് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഇത് ഇന്ത്യസ് 37 എന്ന് പറയുന്നത് ലയബിലിറ്റി ബേസ്ഡ് സ്റ്റാൻഡേർഡാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഓർമ്മിച്ച് വെക്കുക. സോ നമുക്ക് ഈ സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കാം. ഒബ്ജക്റ്റീവ്. The objective of this standard is to ensure that appropriate recognition criteria and measurement bases are applied to provision, contingent liabilities and contingent asset. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് 3 എലമെൻ്റാണ് ഈ ഒരു സ്റ്റാൻഡേർഡിലുള്ളത്, അതായത് പ്രൊവിഷൻ, കണ്ടിജന്റ് ലയബിലിറ്റി ആൻഡ് കണ്ടിജന്റ് അസറ്റ്. സോ ഈ കാര്യങ്ങൾ എങ്ങനെ, ഈ ഒരു ഐറ്റംസ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് എങ്ങനെ നമ്മൾ മെഷർ ചെയ്യും, എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യും എന്ന് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പോളിസീസ് അല്ലെങ്കിൽ റൂൾസ് ആണ് ഈ ഒരു സ്റ്റാൻഡേർഡ് പറയുന്നത്, ഇന്ത്യസ് 37 പറയുന്നത്. സോ സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്രൊവിഷൻസ്, കണ്ടിജന്റ് ലയബിലിറ്റി, കണ്ടിജന്റ് അസറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള മെഷർമെൻറ്റ്, റെക്കഗ്നീഷൻ, റെക്കോർഡിംഗ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കോപ്പ്. ഇന്ത്യസ് 37 ഷാൽ ബി അപ്ലൈഡ് ബൈ ഓൾ എൻറ്റിറ്റി ഇൻ അക്കൗണ്ടിങ് ഫോർ പ്രൊവിഷൻ, കണ്ടിജന്റ് അസറ്റ് എക്സെപ്റ്റ് ദ ഫോളോയിങ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൊവിഷൻസ്, കണ്ടിജന്റ് ലയബിലിറ്റി, കണ്ടിജന്റ് അസറ്റ് ആണ്. സോ ഈ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും അല്ലെങ്കിൽ എല്ലാ ഐറ്റംസും ഇന്ത്യസ് 37 റെക്കോർഡ് ചെയ്യുന്നുണ്ട്, മുകളിൽ പറഞ്ഞ 4 ഐറ്റംസ് ഒഴിച്ചിട്ട്. അതായത് ഈ ഒരു സ്റ്റാൻഡേർഡിൻ്റെ എക്സെപ്ഷൻസ് ആയിട്ട് പറയുന്ന 4 ഐറ്റംസ് ആണ്. ആദ്യത്തേത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ക്യാരിഡ് അറ്റ് ഫെയർ വാല്യൂ. ഇപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ഫെയർ വാല്യൂവിൽ ക്യാരി ചെയ്യുന്നത് നമ്മൾ ഇന്ത്യസ് 37 പ്രകാരമല്ല, അല്ലെങ്കിൽ പ്രൊവിഷൻസ്, കണ്ടിജന്റ് ലയബിലിറ്റി ആൻഡ് കണ്ടിജന്റ് അസറ്റ്സ് എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡേർഡ് പ്രകാരമല്ല റെക്കോർഡ് ചെയ്യുന്നത്. അത് റെക്കോർഡ് ചെയ്യാൻ സെപ്പറേറ്റ് ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇന്ത്യസ് 39 പ്രകാരമാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ഫെയർ വാല്യൂവിൽ ക്യാരി ചെയ്താൽ നമ്മൾ റെക്കോർഡ് ചെയ്യുക. സോ സെക്കൻഡ് ട്രാൻസാക്ഷൻ പറയുന്നത് എക്സിക്യൂട്ടറി കോൺട്രാക്ട്. എക്സിക്യൂട്ടറി കോൺട്രാക്ട് എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോൾ ഈ ഒരു സെമസ്റ്ററിൽ ലോയിൽ പഠിക്കുന്ന കാര്യമാണ്. എന്ത് എക്സിക്യൂട്ടറി കോൺട്രാക്ട് എന്താണെന്നുള്ളത്. എക്സിക്യൂട്ടറി കോൺട്രാക്ട് എന്താണെന്ന് വെച്ചാൽ 2 പാർട്ടീസും പാർഷ്യലായിട്ട് അവരുടെ ഒബ്ലിഗേഷൻസ് പൂർത്തീകരിച്ച കോൺട്രാക്റ്റിനെയാണ് എക്സിക്യൂട്ടറി കോൺട്രാക്ട് എന്ന് പറയുന്നത്. സോ എക്സിക്യൂട്ടറി കോൺട്രാക്റ്റിൻ്റെ കേസിലും നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡ് പ്രകാരമല്ല റെക്കോർഡ് ചെയ്യുന്നത്. സോ എക്സിക്യൂട്ടറി കോൺട്രാക്ട് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. 2 പാർട്ടിയും, അതായത് കോൺട്രാക്റ്റിൽ 2 പാർട്ടീസാണ് ഉണ്ടാവുക. ഈ 2 പാർട്ടീസും അവരുടെ ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് എന്താണ്, പകുതി മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവൂ എന്നുള്ളതാണ് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. മൂന്നാമത്തേത് പറയുന്നത് ഇൻഷുറൻസ് കോൺട്രാക്ട് വിത്ത് പോളിസി ഹോൾഡേഴ്സ്. അപ്പോൾ ഇൻഷുറൻസ് കോൺട്രാക്റ്റിൻ്റെ കേസിലാണെങ്കിലും അതിനൊരു സെപ്പറേറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ട്. അതായത് ഇന്ത്യസ് 104 ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരമാണ് ഇൻഷുറൻസ് കോൺട്രാക്റ്റും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. നാലാമത്തേത് പറയുന്നത് ഈവൻറ്റ്സ് ആൻഡ് ട്രാൻസാക്ഷൻ കവേർഡ് അണ്ടർ അനദർ ഇന്ത്യസ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രൊവിഷൻസ് ആണെങ്കിൽ നമ്മൾ പ്രൊവിഷൻസ് ഫോർ ഇൻകം ടാക്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇൻകം ടാക്സിനും ലീസിനും ഒക്കെ സെപ്പറേറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ട്. സോ അവ എന്താണ്, ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലല്ല റെക്കോർഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ സ്കോപ്പ് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ പ്രൊവിഷൻസ്, കണ്ടിജന്റ് ലയബിലിറ്റി, കണ്ടിജന്റ് അസറ്റ് തുടങ്ങിയ എല്ലാ ഐറ്റവും നമ്മൾ ഇന്ത്യസ് 37 പ്രകാരമാണ് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ചില എക്സെപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിൽ വരാത്ത ചില കാര്യങ്ങളുണ്ട്. ആ 4 ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ 4 ഐറ്റംസ് ആണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് പറയുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്
ഫെയർ വാല്യൂ ക്യാരി ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡേസ് 39 എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. രണ്ടാമത് പറയുന്നത് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് ആണ്. എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്താണെന്ന് വെച്ചാൽ കോൺട്രാക്റ്റിലുള്ള രണ്ട് പാർട്ടീസും അവരുടെ പെർഫോമൻസ് പാർഷ്യലായിട്ട് മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് ആണെന്നാണ് പറയുന്നത്. എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് ഒരിക്കലും ഇൻഡേസ് 37 എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല. മൂന്നാമത്തായിട്ട് പറയുന്നത് ഇൻഷുറൻസ് കോൺട്രാക്റ്റ് ആണ്. ഇൻഷുറൻസ് കോൺട്രാക്റ്റിന് സെപ്പറേറ്റ് ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ട്. അതായത് 104 ഇൻഡേസ് 104 പ്രകാരമാണ് ഇൻഷുറൻസ് കോൺട്രാക്റ്റ് എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. നാലാമത് പറയുന്നത് ഇവൻറ്റ്സ് ആൻഡ് ട്രാൻസാക്ഷൻ കവേർഡ് അണ്ടർ അനദർ ഇൻഡേസ്. ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇൻകം ടാക്സ് ആയാലും ലീസ് ആയാലും അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇൻകം ടാക്സിൻ്റെ കേസിൽ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് വെക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു കേസ് പ്രൊവിഷൻസ് വെച്ചാൽ പോലും അത് റെക്കോർഡ് ചെയ്യുക ഈ ഒരു സെപ്പറേറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരമാണ്. അതായത് സെപ്പറേറ്റ് ഇൻഡേസ് ഉള്ള ഒരു സ്റ്റാൻഡേർഡ് ആണ് ഇവ. സോ അതിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. ഇൻഡേസ് 37 പ്രകാരം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ സാരം. സോ നമ്മൾ ഒബ്ജക്റ്റീവ്, ഈ ഒരു സ്റ്റാൻഡേർഡിൻ്റെ ഒബ്ജക്റ്റീവും സ്കോപ്പും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒബ്ജക്റ്റീവ് പറയുന്നതെന്ന് വെച്ചാൽ പ്രൊവിഷൻസ് ആയാലും കണ്ടിജൻറ്റ് ലാബിലിറ്റിയും കണ്ടിജൻറ്റ് അസറ്റും എങ്ങനെ റെക്കോർഡ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ മെഷർ ചെയ്യണം, എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഒബ്ജക്റ്റീവ് പറഞ്ഞത്. സ്കോപ്പിൽ നമ്മളിപ്പോൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു, ഈ ഒരു സ്റ്റാൻഡേർഡിന് 3 എലമെൻ്റ് ആണുള്ളത്. സോ ഈ ഒരു 3 എലമെൻറ്റും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് എടുത്ത് പഠിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മീനിങ് തുടക്കത്തിൽ തന്നെ പറയാഞ്ഞത്. സോ ഇതിൻ്റെ ആദ്യ ഭാഗത്ത്, അതായത് പ്രൊവിഷൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അടുത്ത ക്ലാസ്സിൽ കണ്ടിജൻറ്റ് അസറ്റും കണ്ടിജൻറ്റ് ലാബിലിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റും നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ തുടക്കത്തിൽ നമ്മൾ എന്താണ്, പ്രൊവിഷൻസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് പ്രൊവിഷൻസ് എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. എ പ്രൊവിഷൻ ഈസ് എ ലാബിലിറ്റി ഓഫ് അൺസെർട്ടൈൻ ടൈമിംഗ് ഓർ എമൗണ്ട്. Examples of provisions are income tax liability, product warranty, disputed claim by customers, environmental restoration, etc. In all this case, both the time and amount is uncertain. So provision നിങ്ങൾ +2 മുതലേ കേൾക്കുന്ന ഒരു ഐറ്റാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ്. നമ്മളെന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു ഐറ്റാണ്. സോ പ്രൊവിഷൻ എന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്രൊവിഷൻ ഒരു ലാബിലിറ്റിയാണ്. ഈ ഒരു ഐറ്റം അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസാക്ഷൻ്റെ ടൈമിങ്ങോ എമൗണ്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റൂല. പ്രൊവിഷൻസ് ഉദാഹരണം പറയുന്നുണ്ട്, പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ പ്രോഡക്റ്റ് വാറണ്ടി, ഡിസ്പ്യൂട്ടഡ് ക്ലെയിം എന്നൊക്കെ പ്രൊവിഷൻ ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്. സോ പ്രൊവിഷൻ എന്താ, നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന ടേം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫ്യൂച്ചറിലൊരു അൺസെർട്ടൈൻ ഈവൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരു റെഫ്രിജറേറ്റർ ട്രേഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, റെഫ്രിജറേറ്ററിന് നമ്മളിപ്പോൾ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 4 വർഷം 5 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. സോ 5 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിന് കേടുകൾ വരാം. കസ്റ്റമേഴ്സ് എന്ത് ചെയ്യാം, നമുക്ക് വാറണ്ടി കൊണ്ട് നമ്മുടെ അടുത്ത്, അതായത് മാനുഫാക്ചർ ചെയ്യുകയും സെല് ചെയ്യുന്ന കമ്പനി നമ്മളാണ്, നമ്മളെ അടുത്തേക്ക് വരാം. സോ നമ്മൾ എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ടും വാറണ്ടി കൊടുക്കണം. സോ ഈ ഒരു വാറണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒരു കൃത്യമായിട്ടുള്ളൊരു എമൗണ്ട് അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു എമൗണ്ട് വെക്കണം. ഈ ഒരു കാര്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊവിഷൻ എന്ന് സിമ്പിളായിട്ട് പറയുന്നത്. ഫ്യൂച്ചറിലുള്ള ഒരു അൺസെർട്ടൈൻ ഈവൻറ്റ് അല്ലെങ്കിൽ ഒരു അൺസെർട്ടൈൻ ഈവൻറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അൺസെർട്ടൈൻ ഈവൻറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി എടുക്കുന്ന മുൻകരുതലിനെ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് പ്രൊവിഷൻസ് എന്ന രീതിയിൽ ഡിഫൈൻ ചെയ്യാം. പ്രൊവിഷൻ ഇവിടെ ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്, ഇൻകം ടാക്സ് ലാബിലിറ്റി, പ്രോഡക്റ്റ് വാറണ്ടി, ഡിസ്പ്യൂട്ടഡ് ക്ലെയിം എന്നൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്. സോ പ്രൊവിഷൻസിൻ്റെ ഉദാഹരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, നമ്മൾ റെഫ്രിജറേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണ്. റെഫ്രിജറേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനി സ്വാഭാവികമായിട്ടും റെഫ്രിജറേറ്ററിന് നമ്മൾ വാറണ്ടി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, കസ്റ്റമേഴ്സ് വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ വാറണ്ടി നമുക്ക് അവരെന്ത് ചെയ്യും, വാറണ്ടിക്ക് അപ്ലൈ ചെയ്യും. അതായത് റെഫ്രിജറേറ്ററിൻ്റെ കേട് വരികയും നമ്മളത് നന്നായി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. സോ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് എന്തെടുക്കുന്ന പ്രിക്കോഷൻസിനെ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ പ്രൊവിഷൻസ് എന്ന് ഡിഫൈൻ ചെയ്യാം. അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് പറഞ്ഞതാണ് ഈ ഒരു ഉദാഹരണം. സോ പ്രൊവിഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ,
എപ്പോൾ ഈ ഒരു അൺസർട്ടൻ ഈവൻ ഉണ്ടാകുമെന്നോ അതിൻ്റെ എമൗണ്ടോ നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രൊവിഷൻ്റെ ഉദാഹരണമായിട്ട് പറയുന്നത്. അതായത് പ്രൊവിഷൻ ഒരു ലാബിലിറ്റി ആണ്, കൂടാതെ ഈ ഒരു പ്രൊവിഷൻ എപ്പോൾ ഉണ്ടാകുന്നോ അതിൻ്റെ എമൗണ്ടോ നമുക്ക് എന്ത് ചെയ്യട്ടെ മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റൂല എന്നുള്ളതാണ് പ്രൊവിഷൻസുമായിട്ട് ബന്ധപ്പെട്ട മെയിൻ ഫീച്ചറായിട്ട് പറയുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊവിഷൻസ് ആൻഡ് അതർ ലാബിലിറ്റീസ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, പ്രൊവിഷൻസ് ലാബിലിറ്റി ആണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് പ്രൊവിഷനായിട്ടൊരു സെപ്പറേറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പറയുന്നത് അല്ലെങ്കിൽ എന്നുള്ളതാണ് ചോദ്യം. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് പ്രൊവിഷൻ ഒരു ലാബിലിറ്റി ആണ്, പക്ഷേ പ്രൊവിഷനായിട്ട് നമ്മൾ സെപ്പറേറ്റ് ഇൻഡേസ് 37 എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡേർഡ് പ്രകാരം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സോ പ്രൊവിഷനും ലാബിലിറ്റിയും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻഡേസ് 37 distinguish provisions from other liabilities such as trade payable and accruals. For provision, there is uncertainty about the timing or amount of the future expenditure. In the case of other liability, the uncertainty generally less than the provisions. സോ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ പ്രൊവിഷൻ്റെ കേസിൽ ഇതെപ്പോൾ ഉണ്ടാവുമെന്നോ അല്ലെങ്കിൽ ഇതിന് എത്ര എമൗണ്ട് ഉണ്ടാവുമോ എന്നുള്ള കാര്യം അൺസർട്ടൈൻ ആണ്. സോ നമ്മൾ ലാബിലിറ്റി ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പ്രൊവിഷനിൽ അൺസർട്ടനിറ്റി കൂടുതലാണ് എന്നുള്ളതാണ് പ്രൊവിഷൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് ഇൻഡേസ് 37 പ്രകാരം പ്രൊവിഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. സോ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊവിഷൻ ആൻഡ് അതർ ലാബിലിറ്റീസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ ഞാൻ പ്രൊവിഷൻ ലാബിലിറ്റി ആണെന്നുള്ള കാര്യം നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. സോ എന്തുകൊണ്ടാണ് പ്രൊവിഷൻ ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ് പ്രകാരം അതായത് ഇൻഡേസ് 37 പ്രകാരം റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. സോ സ്വാഭാവികമായിട്ടും പ്രൊവിഷൻ്റെ എപ്പോൾ ഈ ഒരു പ്രൊവിഷൻ ആവശ്യമാവും എന്നുള്ളതോ അല്ലെങ്കിൽ പ്രൊവിഷൻ്റെ എമൗണ്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മുൻകൂട്ടി പ്രവചിക്കാൻ അല്ലെങ്കിൽ മുൻകൂട്ടി എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ലാബിലിറ്റി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു പരിധി വരെ എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കും. സോ സ്വാഭാവികമായിട്ടും പ്രൊവിഷൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അൺസർട്ടനിറ്റി പ്രൊവിഷൻ്റെ കേസിൽ കൂടുതലാണ് എന്നുള്ളതാണ് പ്രൊവിഷൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. സോ ഇതാണ് പ്രൊവിഷനും ലാബിലിറ്റിയും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻസ്. പ്രൊവിഷന് സ്വാഭാവികമായിട്ടും എന്താണ് അൺസർട്ടനിറ്റി കൂടുതലാണ്, കൂടാതെ ഈ ഒരു പ്രൊവിഷൻ്റെ ടൈമിങ്ങോ അല്ലെങ്കിൽ എത്രത്തോളം എമൗണ്ട് ഉണ്ടാവും എന്നുള്ള കാര്യമോ നമുക്ക് ഒരിക്കലും കൃത്യമായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ലാബിലിറ്റിയുടെ എമൗണ്ടൊക്കെ നമുക്ക് ഒരു പരിധി വരെ പാസ്റ്റ് ഡാറ്റയും പാസ്റ്റ് ഈവൻസും കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്തതായിട്ട് പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൊവിഷൻ ആൻഡ് കണ്ടിജന്റ് ലാബിലിറ്റീസ്. സോ ഈ ഒരു സ്റ്റാൻഡേർഡിൻ്റെ 3 എലമെൻറ്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റത്തെ പ്രൊവിഷൻസ് ആണ്, പിന്നെ പറയുന്നത് കണ്ടിജന്റ് ലാബിലിറ്റി ആണ്, പിന്നെ പറയുന്നത് കണ്ടിജന്റ് അസറ്റ് ആണ്. സോ നമ്മൾ നിലവിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്രൊവിഷൻ ആണ്. സോ ഈ പ്രൊവിഷനും കണ്ടിജന്റ് ലാബിലിറ്റിയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നുള്ള കാര്യമാണ് നിലവിൽ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾ പ്രൊവിഷൻസ് ആർ കണ്ടിജന്റ് ബിക്കോസ് ദേ ആർ അൺസർട്ടൻ ഇൻ ടൈമിംഗ് ഓർ എമൗണ്ട്. അപ്പോൾ എല്ലാ പ്രൊവിഷനും കണ്ടിജന്റ് ആണ് എന്നാണ് പറയുന്നത്. അതായത് കണ്ടിജന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഒക്കറൻസ് എന്ന് പറയുന്നത് അൺസർട്ടൻ ആണ് എന്നുള്ളത് കൊണ്ടാണ് കണ്ടിജൻ എന്നുള്ള ഒരു വാക്ക് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഹൗഎവർ ദ ടേം contingent liability are not recognized in the financial statement because their existence will be confirmed by the occurrence or non-occurrence of one or more uncertain future events. Thus, they are not liabilities. In other hand, thus provisions are considered as liability. So, നിങ്ങൾക്കിപ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യത്തിൻ്റെ രത്നച്ചുരുക്കം എന്താണെന്ന് വെച്ചാൽ കണ്ടിജന്റ് ലാബിലിറ്റി നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട് റെക്കഗ്നൈസ് ചെയ്യൂല. അല്ലെങ്കിൽ കണ്ടിജന്റ് ലാബിലിറ്റി നമ്മൾ താഴെ ഫുട് നോട്ട് ഉണ്ടല്ലോ, നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് താഴെ നോട്ട്സ് ടു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ആ നോട്ട്സ് ടു അക്കൗണ്ടിലാണ് കണ്ടിജന്റ് ലാബിലിറ്റി നമ്മൾ റെക്കോർഡ് ചെയ്യൂ. പക്ഷേ ഈ ഒരു കേസ് പ്രൊവിഷൻ്റെ കേസിലാണെങ്കിൽ പ്രൊവിഷൻ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട് ലാബിലിറ്റി സൈഡിൽ റെക്കോർഡ് ചെയ്യും. സോ ഇതാണ് പ്രൊവിഷൻസും കണ്ടിജന്റ് ലാബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പായിട്ട് പറയുന്നത്. അതായത് എല്ലാ പ്രൊവിഷനും കണ്ടിജൻ്റ് ആണ്, പക്ഷേ നമ്മൾ എന്താണ് പ്രൊവിഷൻ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും, അല്ലെങ്കിൽ പ്രൊവിഷൻ ലാബിലിറ്റി ആയതുകൊണ്ട് തന്നെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും. പക്ഷേ കണ്ടിജന്റ് ലാബിലിറ്റി ഒരിക്കലും ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നില്ല, താഴെ നോട്ട്സ് ടു അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. സോ ആക്ച്വലി കണ്ടിജന്റ് ലാബിലിറ്റി ഒരിക്കലും ഒരു ലാബിലിറ്റി ആയിട്ട്
അക്കൗണ്ടിങ് ടേംസിൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരിക്കലും കണ്ടിജൻറ്റ് ലാബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, അത് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം. സോ നിങ്ങളിപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊവിഷൻസ് ആൻഡ് അതർ ലാബിലിറ്റി മനസ്സിലാക്കി, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻറ്റ് ലാബിലിറ്റിയും മനസ്സിലാക്കി. സോ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലേക്ക് കൊണ്ടുവരിക. സോ നെക്സ്റ്റ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് റെക്കഗ്നീഷൻ ഓഫ് പ്രൊവിഷൻസ്. എ പ്രൊവിഷൻ ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ഓൺലി വെൻ ഓൾ ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ മെറ്റ്. അപ്പോൾ നമ്മൾ പ്രൊവിഷൻസ് റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ താഴെ പറഞ്ഞ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ദർ ഈസ് എ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഈവൻറ്റ്. സോ പാസ്റ്റ് ഈവൻറ്റിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യണം, അവിടെ ഒരു പ്രസൻറ്റ് ഒബ്ലിഗേഷൻസ് ഉണ്ടാവണം. പ്രൊവിഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എസെൻഷ്യൽ ഫീച്ചേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് പ്രസൻറ്റ് ഒബ്ലിഗേഷൻ മൂലം പാസ്റ്റ് ഈവൻറ്റ് മൂലം അവിടെ എന്ത് ചെയ്യണം, പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഉണ്ടാവണം. ഈ കാര്യങ്ങൾ അടുത്തതായിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് ജസ്റ്റ് പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കാം. സെക്കൻഡ് പറയുന്നത് ഇറ്റ് ഈസ് പ്രോബബിൾ ദാറ്റ് ആൻ ഔട്ട്ഫ്ലോ ഓഫ് എ റിസോഴ്സസ് എംബോഡിങ് എക്കണോമിക് ബെനിഫിറ്റ് വിൽ ബി റിക്വയർഡ് ടു സെറ്റിൽ ദ ഒബ്ലിഗേഷൻസ്. അവിടെ എന്താ ഉണ്ടാവണം, ഒരു എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാവണം. ഈ ഒരു ഒബ്ലിഗേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ ക്യാരീഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു അവിടെ ഒരു ഔട്ട്ഫ്ലോ ഉണ്ടാവണം. തേർഡ് പോയിന്റ്, ദ എമൗണ്ട് ഓഫ് ദ ഒബ്ലിഗേഷൻ ക്യാൻ ബി റിലയബിളി എസ്റ്റിമേറ്റഡ്. ഈ ഒരു ഒബ്ലിഗേഷൻ്റെ എമൗണ്ട് നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് തേർഡ് ഫീച്ചേഴ്സായിട്ട് പറയുന്നത്. സോ ഈ ഒരു 3 ഫീച്ചർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അവിടെ ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു ഐറ്റത്തെ നമുക്ക് പ്രൊവിഷനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഫീച്ചർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പാസ്റ്റ് ഇവൻ്റ് റിസൾട്ടായിട്ട് അവിടെ ഒരു പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഉണ്ടാവണം. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് പാസ്റ്റ് ഇവൻറ്റിൻ്റെ റിസൾട്ടായിട്ട് അവിടെ ഒരു ഒബ്ലിഗേഷൻ ഉണ്ടാവണം. സെക്കൻഡ് എന്താണ് പറയുന്നത് വെച്ചാൽ അവിടെ ഒരു എക്കണോമിക് ബെനിഫിറ്റ് അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ ഓഫ് റിസോഴ്സസ് ഉണ്ടാവണം. അതെന്ത് ചെയ്യണം, ഈ ഒരു ഒബ്ലിഗേഷനെ റീസെറ്റിൽ ചെയ്യണം അല്ലെങ്കിൽ ഒബ്ലിഗേഷനെ ക്യാരീഡ് ഓഫ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. തേർഡ് പോയിന്റ് പറയുന്നത് വെച്ചാൽ കൃത്യമായിട്ട് ഈ ഒരു ഒബ്ലിഗേഷൻ്റെ എമൗണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം. സോ ഈ പറഞ്ഞ 3 ഫീച്ചേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആ 3 ഫീച്ചേഴ്സിനെയും നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് ഡീറ്റെയിൽഡായി ഡിസ്കസ് ചെയ്യാം. പ്രസൻറ്റ് ഒബ്ലിഗേഷൻ. To become a provision, it must be a liability at first. To become a liability, there must be a present obligation and not future obligation. അപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, അതായത് പ്രൊവിഷൻ എന്താണ്, ലാബിലിറ്റി ആണ്. ലാബിലിറ്റി ആണെങ്കിൽ അവിടെ എന്താവണം, ഒരു പ്രസൻറ്റ് ഒബ്ലിഗേഷൻസ് ഉണ്ടാവണം. സോ ലാബിലിറ്റി ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു എസെൻഷ്യൽ ഫീച്ചറായിട്ട് പ്രസൻറ്റ് ഒബ്ലിഗേഷൻ പറയുന്നത് എന്നാണ് സാരം. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് പാസ്റ്റ് ഈവൻറ്റ് അല്ലെങ്കിൽ ഒബ്ലിഗേറ്റിംഗ് ഈവൻറ്റ്. An obligating event simply refers to an obligation arising out of past event. It is an event that creates legal or constructive obligation. അപ്പോൾ സെക്കൻഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പാസ്റ്റ് ഈവൻറ്റിൽ നിന്ന് അവിടെ എന്താവണം, കൃത്യമായിട്ടൊരു ഒബ്ലിഗേഷൻസ് ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു ഒബ്ലിഗേഷൻ എറേസ് ചെയ്യണം. സോ ഇങ്ങനെയുള്ള ഒബ്ലിഗേഷൻ ഒന്നുകിൽ ലീഗൽ ആയിരിക്കാം അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ആയിരിക്കാം. സോ നമ്മൾ നേരത്തെ ഈ പ്രൊവിഷൻ്റെ റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ പറഞ്ഞൊരു പോയിൻ്റാണ് പാസ്റ്റ് ഈവൻറ്റ് അല്ലെങ്കിൽ ഒബ്ലിഗേറ്റിംഗ് ഈവൻറ്റ്. സോ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ പാസ്റ്റ് ഈവൻറ്റിൻ്റെ റിസൾട്ടായിട്ട് അല്ലെങ്കിൽ പാസ്റ്റ് ഈവൻറ്റിൽ നിന്ന് അവിടെ ഒരു പ്രസൻറ്റ് ഒബ്ലിഗേഷൻസ് ഉണ്ടാകണം. ഈ ഒരു ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ലീഗൽ ആയിരിക്കാം അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ആയിരിക്കാം. തേർഡ് പോയിന്റ് പറയുന്നത് probable outflow of resources embodying economic benefit. Probable outflow of resources embodying economic benefits. In order a provision to be recognized, there must be a probable outflow of resources in order to settle the obligations. അതായത് നമ്മുടെ ഒബ്ലിഗേഷൻ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഔട്ട്ഫ്ലോ ഉണ്ടാവണം എന്നുള്ളതാണ് തേർഡ് പോയിന്റ് പറയുന്നത്. സോ സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഉദാഹരണം ഉണ്ടായിരുന്നു, അതായത് റെഫ്രിജറേറ്റർ. അവിടെ ഒബ്ലിഗേഷൻസ്, റെഫ്രിജറേറ്ററിൻ്റെ ഒരു ഉദാഹരണം, അവിടെ റെഫ്രിജറേറ്ററിന് വാറണ്ടി ഉണ്ട്. സോ ഈ ഒരു വാറണ്ടി
എന്തുകൊണ്ടാണ് നമ്മൾ വാറണ്ടി കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് സെയിലിൽ നിന്ന് ഒരു എക്കണോമിക് ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. സോ ഈ ഒരു റിസൾട്ടിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ബെനിഫിറ്റ്സിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാറണ്ടി എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം കൊടുക്കുന്നത്. സോ ഈ ഒരു കാര്യമാണ് ഈ പ്രോബബിൾ ഔട്ട്ഫ്ലോ ഓഫ് റിസോഴ്സസ് എംബോഡിങ് എക്കണോമിക് ബെനിഫിറ്റ് എന്ന് പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ പറയുന്നത് റിലയബിൾ എസ്റ്റിമേറ്റ് ഓഫ് ദ ഒബ്ലിഗേഷൻസ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ കേസാണെങ്കിൽ വാറണ്ടി കൊടുക്കുന്ന എമൗണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് നമ്മൾ ഈ ഒരു പ്രൊവിഷൻ എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഉള്ളിൽ കൊണ്ടുവരൂ. വേർ എ ലയബിലിറ്റി എക്സിസ്റ്റ് ബട്ട് നോ റിലയബിൾ എസ്റ്റിമേറ്റ് ക്യാൻ ബി മെയ്ഡ്, ഇറ്റ് കനോട്ട് ബി റെക്കഗ്നൈസ്ഡ് ദാറ്റ് ലയബിലിറ്റി ഈസ് ഡിസ്ക്ലോസ്ഡ് ആസ് കണ്ടിജൻ ലയബിലിറ്റി. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു എമൗണ്ട് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല, അതൊരിക്കലും പ്രൊവിഷനായിട്ട് റെക്കഗ്നൈസ് ചെയ്യൂല അല്ലെങ്കിൽ പ്രൊവിഷനായിട്ട് റെക്കോർഡ് ചെയ്യൂല, അത് കണ്ടിജൻ ലയബിലിറ്റി ആയിട്ട് മാത്രമേ ട്രീറ്റ് ചെയ്യൂ എന്നുള്ളതാണ് നാലാമത്തെ പോയിന്റ് പറഞ്ഞത്. സോ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് വെച്ചാൽ എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് റെക്കഗ്നീഷൻ ഓഫ് പ്രൊവിഷൻ ആണ് പറഞ്ഞത്. അതായത് പ്രൊവിഷനായിട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ എസെൻഷ്യലായിട്ട് 3 കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഉണ്ടാവണം. രണ്ടാമത് എന്ന് പറയുന്നത് അവിടെ ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാവണം. ആ ക്യാഷ് ഫ്ലോ എന്ത് ചെയ്യണം, ഒബ്ലിഗേഷനെ സെറ്റിൽ ചെയ്യണം. മൂന്നാമത് എമൗണ്ട് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റണം എന്നാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടേംസും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സോ അടുത്തതായിട്ട് ഈ ഒരു കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പ്രൊവിഷൻ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഇപ്പോഴും ചിലർക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും. പ്രൊവിഷൻ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ചെറിയൊരു ഡൗട്ടിനൊരു സാധ്യതയുണ്ട്. സോ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു എക്സാമ്പിൾ നൽകിയിട്ടുണ്ട്. ഈ ഒരു എക്സാമ്പിൾ കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ എക്സാമ്പിൾ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രൊവിഷൻ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് കൃത്യമായിട്ട് കിട്ടും. സോ ഇതുവരെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു എക്സാമ്പിൾ ഒന്ന് പരിശോധിക്കാം. കൈരളി ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് സെൽസ് ദ TV sets under the terms of the contract of sale. The manufacturer undertake to make goods by repair or replacement. Manufacturing default that may apparent within 3 years from the date of the sale. By experience, it is probable that there will be some claim under the warranties. സോ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കൈരളി ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ട്. അവരെന്താണ്, TV സെയിൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. സോ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഈ ഒരു TV സെയിൽ ചെയ്യുന്ന കമ്പനിയാണ് കൈരളി ലിമിറ്റഡ്. സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ചെയ്യാം, അവർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. വാറണ്ടി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സെയിൽ ചെയ്ത ടൈം തൊട്ട് 3 വർഷത്തേക്കാണ് വാറണ്ടി കൊടുക്കുന്നത്. സോ അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആളുകൾ വാറണ്ടിക്ക് വേണ്ടി ചോദിക്കുമെന്ന് അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. സോ ഇവിടെ ഈ ഒരു കേസിൽ നമ്മൾ പ്രൊവിഷൻസ് വെക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതായത് നമ്മൾ ഒരു എമൗണ്ട് പ്രൊവിഷനായിട്ട് വെക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും ഇവിടെ പറയുന്ന കാരണം എന്ന് വെച്ചാൽ കൈരളി ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്, അവർ TV ആണ് സെയിൽ ചെയ്യുന്നത്. TVക്ക് എന്തുണ്ട്, വാറണ്ടി കൊടുക്കുന്നുണ്ട്. അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ആളുകൾ എന്ത് ചെയ്യും, വാറണ്ടിക്ക് ചോദിക്കും. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഡിഫക്ട്സോ കാര്യങ്ങളോ ഉണ്ടാവും. അങ്ങനെ ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ ആളുകൾ വാറണ്ടിക്ക് ചോദിക്കും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. സോ ചോദ്യം ഇതാണ്, ഇവിടെ നമ്മൾ വാറണ്ടി ആയിട്ട് ഇവിടെ പ്രൊവിഷനായിട്ട് നമ്മൾ എമൗണ്ട് സൂക്ഷിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സോ കൃത്യമായിട്ട് നമ്മൾ പ്രൊവിഷൻസ് എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഉണ്ട് എന്നുള്ളതാണ് ഉത്തരം. കാരണം നമ്മൾ പ്രൊവിഷൻസ് ആയിട്ട് ഒരു എമൗണ്ട് കീപ്പ് ചെയ്യണം. അല്ലെങ്കിൽ പ്രൊവിഷൻ ഈസ് റിക്വയർഡ് ബിക്കോസ് ഓഫ് ദ ഫോളോയിങ് റീസൺസ്. അതിൻ്റെ കണ്ടീഷൻസും റീസൺസും ആണ് താഴെ പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദർ ഈസ് എ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഒബ്ലിഗേഷൻ ഓഫ് ഇവൻറ്റ്. കൃത്യമാണ്. ഇവിടെ എന്താണ്, ഒരു പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഉണ്ട്. പ്രസൻറ്റ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ വാറണ്ടി കൊടുക്കണം എന്നുള്ളതാണ് പ്രസൻറ്റ് ഒബ്ലിഗേഷൻ. ഈ ഒരു ഒബ്ലിഗേഷൻ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ പാസ്റ്റ് ഒബ്ലിഗേഷൻ്റെ ഭാഗമായിട്ടാണ്. അതായത് പാസ്റ്റ് ഒബ്ലിഗേഷൻ പറയുന്നത് എന്താണ്, സെയിൽ ഓഫ് TV സെറ്റാണ്. അതായത് നമുക്ക് ഇങ്ങനെ വാറണ്ടി കൊടുക്കണം എന്ന് പറഞ്ഞൊരു പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഉണ്ടായത് എവിടെ നിന്നാണ്, നമ്മൾ TV സെല്ല് ചെയ്തു. TV സെല്ല് ചെയ്ത ഭാഗമായിട്ട് അവിടെ ഒരു കണ്ടീഷൻ നമ്മൾ വെച്ചിട്ടുണ്ട്. സെല്ല് ചെയ്ത ടൈം തൊട്ട് 3 വർഷം വരെ എന്തെങ്കിലും TVയുടെ കേസിൽ എന്തെങ്കിലും ഡിഫക്ട്സോ മിസ്റ്റേക്സോ ഉണ്ടായാൽ നമ്മൾ വാറണ്ടി കൊടുക്കണം. അപ്പോൾ നമ്മുടെ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് വാറണ്ടി കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഉണ്ടാകുന്നത് TV സെല്ല് ചെയ്തത് കൊണ്ട് മാത്രമാണ്. സോ ആദ്യത്തെ കണ്ടീഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത്
ദർ ഈസ് എ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് ആൻ ഔട്ട്ഫ്ലോ ഓഫ് റിസോഴ്സസ് എംബോഡിങ് എക്കണോമിക് ബെനിഫിറ്റ് ഇൻ സെറ്റിൽമെൻറ്റ് ഈസ് പ്രോബബിൾ ഫോർ ദ വാറണ്ടീസ് ആസ് എ ഹോൾ. അപ്പോൾ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, സ്വാഭാവികമായിട്ടും TV സെല്ല് ചെയ്യുമ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു എക്കണോമിക് ബെനിഫിറ്റോ അല്ലെങ്കിൽ ക്യാഷ് കിട്ടിയിട്ടുണ്ട്. സോ ഈ ഒരു ക്യാഷ് അല്ലെങ്കിൽ ഈ ഒരു ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാറണ്ടി കൊടുക്കുന്നത്. മൂന്നാമത് പറയുന്നത് ഫോർ റെക്കഗ്നിഷൻ ഓഫ് പ്രൊവിഷൻ റിലയബിൾ എസ്റ്റിമേറ്റ്സ് ഓഫ് വാറണ്ടി ഹാസ് ടു ബി മെയ്ഡ്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കൊടുക്കുന്ന വാറണ്ടിയുടെ എമൗണ്ട് കൃത്യമായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യണം. ഈ ഒരു എസ്റ്റിമേറ്റ് ചെയ്തതിന് ശേഷം എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, പ്രൊവിഷൻസ് കീപ്പ് ചെയ്യാൻ പറ്റൂ. സോ ഈ ഒരു സാഹചര്യത്തിൽ പ്രൊവിഷൻസ് കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ഫൈൻഡിങ്സ് അല്ലെങ്കിൽ ഉത്തരം. സോ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ് പ്രൊവിഷൻ. സോ ഇന്ന് നമ്മൾ ആരംഭിച്ചത് ഇൻഡേഴ്സ് 37 ആണ്. ഇൻഡേഴ്സ് 37 ഡിസ്കസ് ചെയ്യുന്നത് 3 കാര്യങ്ങളാണ്: പ്രൊവിഷൻ, കണ്ടിജന്റ് ലയബിലിറ്റി ആൻഡ് കണ്ടിജന്റ് ആസെറ്റ്. സോ ഇതിൻ്റെ ആദ്യത്തെ എലമെൻറ്റ് പ്രൊവിഷൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പ്രൊവിഷൻസ് മീനിങ്, എങ്ങനെയാണ് പ്രൊവിഷൻ അതർ ലയബിലിറ്റീസിൽ നിന്ന് വ്യത്യസ്തമാവുന്നത്, പ്രൊവിഷൻസും കണ്ടിജന്റ് ലയബിലിറ്റീസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, കൂടാതെ പ്രൊവിഷൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇന്ന് ഡിസ്കസ് ചെയ്തതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. താങ്ക് യു.